ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു വാട്ട് ഐ ഈറ്റിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ രണ്ടാമത്തെ തവണയാണ് വാട്ട് ഐ ഈറ്റിൻ്റെ ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലുണ്ട്. ഞാൻ ആ ഒരു വെള്ളം കുടിക്കൽ മാത്രമേ കുടിക്കലുള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ വെള്ളം കുടിക്കാനുള്ള ഓർമ്മ ഉണ്ടാവലുമില്ല. എന്താ പറയുക, എനിക്കങ്ങനെ ദാഹം അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാവില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം എന്തായാലും കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യലുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സൗണ്ട് പോയിട്ട് വന്നതേനും ഇപ്പോൾ രണ്ടാമതും പോയി തുടങ്ങുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ കാര്യമായിട്ടങ്ങനെ പത്തിരി, ദോശ, പുട്ട് എക്സെട്ര ഒന്നും ഉണ്ടാക്കലില്ല. വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ മതിയായിരിക്കും. ഞാനങ്ങനെ രാവിലെ പൊതുവെ നമ്മുടെ ഈ പത്തിരി, കറി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ഫ്രൈഡേസ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. കാരണം ഇക്കാക്ക് കമ്പനിയിൽ പോകാനുണ്ടാവില്ലല്ലോ, എന്തായാലും ഫ്രൈഡേസ് ലീവാണല്ലോ. അതുകൊണ്ട് ഫ്രൈഡേ അതും ചില ദിവസമൊന്നും ഉണ്ടാക്കില്ല. കാരണം നേരെ ഉച്ചക്കത്തെ ഫുഡ് നമ്മളധികം പുറത്തുനിന്ന് കഴിക്കൽ. അപ്പം നേരെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വരിക, അങ്ങനെയാണ്. കാരണം എഴുന്നേക്കാൻ തന്നെ അത്യാവശ്യം ലേറ്റ് ആവലുണ്ട് ചില ഫ്രൈഡേസൊക്കെ. അങ്ങനെ അതുകൊണ്ട് തന്നെ രാവിലെ ചിലപ്പം ഫുഡ് ഉണ്ടാക്കും, ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കില്ല. എങ്കിലും ഞാൻ ഓൾമോസ്റ്റ് ഫ്രൈഡേസൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യലുണ്ട് കേട്ടോ. പക്ഷെ ബാക്കിയുള്ള ദിവസമൊന്നും ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കലില്ല. എനിക്ക് താല്പര്യമില്ല. പിന്നെ മോൻ എന്തെങ്കിലും ഫുഡ്, ഓനധികം ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് ദോശ വേഗം ഉണ്ടാക്കുക, കലക്കുന്നു, ഒഴിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ബ്രെഡിൽ നമ്മുടെ ഈ മഷ്റൂം അല്ലേ, അതിൽ കുറച്ച് ഉപ്പും അതേപോലെ കുരുമുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതും, അതേപോലെ മുട്ട പൊരിച്ചതും, പിന്നെ കുറച്ച് സ്ട്രോബെറീസും, പിന്നെ കോഫി. ഞാനങ്ങനെ രാവിലെ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. ചായ ആയാലും കോഫി ആയാലും ഒന്നും എനിക്ക് ചില ദിവസം എനിക്കിങ്ങനെ കുടിക്കാൻ തോന്നുമ്പം കുടിക്കാമെന്നല്ലാണ്ട് ഞാനങ്ങനെ ഭയങ്കര അല്ലെങ്കിലും ഞാൻ ചായ കുടിക്കില്ല കേട്ടോ. എനിക്ക് ചായേൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ല. പിന്നെ ഞാൻ കുടിക്കുകയാണെങ്കിൽ കോഫിയെ കുടിക്കലുള്ളൂ. അതന്നെ ഞാൻ എല്ലാ ദിവസവും കുടിക്കലൊന്നുമില്ല. എനിക്ക് തോന്നുകയാണെങ്കിൽ കുടിക്കും, അല്ലെങ്കിൽ ഞാനങ്ങ് കളയും. അങ്ങനെയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങളാകെ 2 പേരല്ലേ ഉള്ളൂ. ബിരിയാണിയൊക്കെ സിമ്പിളായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ചോറ്, കറി അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിലും എനിക്ക് ഏറ്റവും സിമ്പിൾ ബിരിയാണി ഉണ്ടാക്കാനാണ്. അങ്ങനെ ഞാനിതാ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ അധികവും ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. ആ ചിക്കൻ പൊരിച്ച ഓയിലിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കടവറ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഒക്കെ കൂടി മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയിട്ട്, ചിലവരങ്ങനെ കറിവേപ്പില ഇടലില്ല കേട്ടോ ഇങ്ങനെ മിക്സിയിൽ. പക്ഷേ എനിക്ക് എന്തോ അതങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നൽ. അതുകൊണ്ട് ഞാൻ മിക്സിയിൽ എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യൽ. എന്നിട്ട് പിന്നെ തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് സോഫ്റ്റ് ആവുമല്ലോ. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേനു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാല, ഇതൊക്കെ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങനീര് ഒഴിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കൂടുതലായിട്ട് എനിക്കങ്ങനെ പുളി വലിയ ഇഷ്ടമൊന്നുമില്ല. ഒന്നാമത് ഇവിടുത്തെ തൈര് അങ്ങനെ അങ്ങോട്ട്, അതായത് ഞങ്ങളിവിടെ വാങ്ങുന്ന തൈര് അങ്ങനെ വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. കാരണം മോനങ്ങനെ പുളിയുള്ള തൈരൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ സാധാ ടൈപ്പ് തൈരാണ് വാങ്ങൽ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അങ്ങനെ പുളി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ചധികം വിനാഗിരൊക്കെ ഒഴിക്കലുണ്ട് കേട്ടോ, ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അതിലേക്ക് കുറച്ച് ഞാൻ തേങ്ങ എന്ന് പറയുന്നത് തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതവിടെ ചിക്കനൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വെച്ച്, എന്നിട്ട് പിന്നെ വേറൊരു പാത്രം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, അതേപോലെ ഈ സ്പൈസസ് എക്സെട്ര സംതിങ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത്, എന്നിട്ട് കുറച്ച് ഉള്ളിയും അതേപോലെ ക്യാരറ്റും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കേക്ക് വെച്ച അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പൊതുവേ ഇങ്ങനെ വറുത്തിട്ടാണ് കേട്ടോ വെക്കൽ. എനിക്ക് അതിൻ്റെ ടേസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നൽ. മറ്റതും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ അത് വേവാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് മസാല ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ റൈസൊക്കെ നല്ല വെന്ത് കഴിഞ്ഞപ്പം ഈ മസാലേൻ്റെ മേലെ ഈ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മുന്തിരി, അതേപോലെ നമ്മുടെ ഈ ഉള്ളില്ലേ അത് നല്ല ഫ്രൈ ചെയ്തതും, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ നമ്മുടെ ഈ മല്ലിയിലല്ലേ അത് നല്ലോണം കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് എണ്ണ ബാക്കിയുണ്ടായിരുന്നു നമ്മൾ പൊരിച്ചതിൻ്റെ, അതും ഞാൻ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനല്ലേ കുറച്ച് അയക്കുന്ന ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ ഇന്നായിരുന്നു ആ സുവർണ നിമിഷം വന്നെത്തിയത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സിമ്പിൾ ബിരിയാണിയാണ്. കാരണം അങ്ങനെ മറ്റേതെന്ന് പറഞ്ഞാൽ ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം, മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇതാവുമ്പം സിമ്പിളാണല്ലോ. ജസ്റ്റ് ആ ഉള്ളി തക്കാളി ആ സംഭവങ്ങളൊക്കെ വഴറ്റുന്നു, ചിക്കൻ പൊരിക്കുന്നു, ഇടുന്നു, പിന്നെ റൈസ് ആവാൻ അതിനകത്തോളം ടൈമും വേണ്ടല്ലോ. ചോറൊക്കെ ആയി വരാൻ കുറേ സമയം വേണം. അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും സിമ്പിൾ ഇപ്പം ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടവും ഇപ്പോൾ അങ്ങനെ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനോ ചോറ് കറി ഒക്കെ ഉണ്ടാക്കുന്നതിലും കൂടുതലായിട്ട് ഇഷ്ടം. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈവനിങ് ഒരു മുട്ട ബർഗർ എന്നായിരുന്നു കരുതിയത്. അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അധികവും ബട്ടറിലാണ് ചെയ്യൽ. ബട്ടർ ഉണ്ടെങ്കിൽ ചില ടൈമിലൊന്നും ബട്ടർ ഉണ്ടാവില്ല, പക്ഷേ ഉള്ള ടൈമിലൊക്കെ ഞാൻ ബട്ടറിലാട്ടോ ചെയ്യൽ. എന്നിട്ട് നമ്മുടെ മുട്ട ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാനവിടെ ആകെ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ മാത്രമേ തിന്നാണ്ടേനുള്ളൂ. ഉക്കക്ക് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ആൾ പോയപ്പോൾ പിന്നെ എനിക്ക് മാത്രമല്ല ഒരു മുട്ട തന്നെ ധാരാളം. അങ്ങനെ ഞാൻ ആ മുട്ട ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഈ ബണ്ണുണ്ടല്ലോ, ബണ്ണിൽ ജസ്റ്റ് ഒന്ന് ചീസ് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബണ്ണെടുക്കുന്നുണ്ടേനു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ച് കൊടുത്തിട്ട് എഗെയിൻ ബട്ടർ ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇതിൻ്റെ മേലെ ജസ്റ്റ് നമ്മുടെ ബണ്ണിൽ ചീസൊക്കെ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടേനു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈ ബണ്ണിൽ ഉള്ളിൽ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോസ് ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, സോസ് റെഡിയാക്കാനുണ്ടേനു എന്നൊക്കെ കേൾക്കുമ്പോൾ കാര്യമായിട്ട് എന്തോ ഉള്ള പോലെ തോന്നും. ഒന്നുമില്ല, ജസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പും അതേപോലെ മയോണൈസും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് പൊതുവേ ഈ മയോണൈസിൻ്റെ ടേസ്റ്റ് ചിലതൊന്നും എനിക്കിഷ്ടമില്ല. ഇതിൻ്റെ ടേസ്റ്റും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് അധികം ആഡ് ചെയ്യലുണ്ട്. അതിൻ്റെ ഒരു കൊത്തിച്ചോയ അങ്ങോട്ട്, അതായത് ഒരുമാതിരി ടേസ്റ്റാണ് ചില ഇതിനൊക്കെ. അതങ്ങോട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടൊമാറ്റോ സോസ് ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ബണ്ണിൻ്റെ മേലെ ചീസൊക്കെ അത്യാവശ്യം നല്ല മെൽറ്റായിട്ടുണ്ടേനു. എന്നിട്ട് അതിൻ്റെ മേലെ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ടായി. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടായി. പിന്നെ കിയാറുണ്ടെങ്കിൽ കിയാറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തക്കാളി അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്ത്, പിന്നെ കുറച്ച് ഉള്ളി, എന്നിട്ട് പിന്നെ ബണ്ണിൽ ആസ് യൂഷ്വൽ
നമ്മുടെ സോസൊക്കെ ആഡ് ചെയ്തിട്ട് വെച്ച് കൊടുത്ത് നമ്മുടെ ബർഗർ എഗ് ബർഗർ ഇവിടെ റെഡിയായി. പിന്നെ ഞാനിത് ഇന്ന് രാവിലെ താഴത്ത് പോയിട്ടുണ്ടായിരുന്നു, അതായത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അടിയിൽ ബക്കാലയിൽ എന്തോ തൈരോ എന്തോന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മോനൊരു ഫ്രൂട്ടിൻ്റെ ബോട്ടിൽ വാങ്ങിയപ്പോൾ എനിക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് കോഫി ലവർ പക്ഷെ എനിക്ക് കൂടുതലായിട്ട് കോഫി ആട്ടോ ഇഷ്ടം, അത് വേറെ കാര്യം. പക്ഷെ ഞാനങ്ങനെ കൂടുതലായിട്ടൊന്നും കഴിക്കില്ല, ഞാൻ രാവിലെ കഴിച്ചതുകൊണ്ട്. അപ്പം ഈവനിങ് കുടിക്കാലോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ ഈവനിങ് ഈ ബർഗറിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഫ്രൂട്ടിയല്ല, ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ ഇതല്ലാണ്ട് വേറെ ഏതൊക്കെയോ കമ്പനീസ് ഉണ്ട്, പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു സാധനമാണ് ഇഷ്ടം. ഇതിൻ്റെ പേരെന്തേനോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ അങ്ങനെ ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ അധികവും ഈ മുട്ട വെച്ചിട്ട് ഇങ്ങനെ ചെയ്യലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ചെയ്യുന്ന. ഇതിൻ്റെ ഉള്ളിൽ കിയാറും കൂടി വെച്ച് കഴിഞ്ഞാൽ കിഡിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ കിയാർ ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഒരു തട്ടിക്കൊട്ട് ബർഗർ അങ്ങോട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30-5 മണി ആ ഒരു ടൈമിലാട്ടോ ഞാൻ ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്കാക്ക ഏതായാലും ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ സാധാരണ എനിക്ക് മാത്രമാണെങ്കിൽ ഞാനങ്ങനെ രാവിലത്തതായാലും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കില്ല. ഈവനിങ് ആയാലും ഇന്നെന്തോ എനിക്ക് ഉണ്ടാക്കാനൊരു മൂഡ് തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതായത് ഞാൻ ഇപ്പം കുറച്ചായിട്ട് ഞാൻ ഏർലി ഡിന്നറാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഡിന്നർ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡിന്നർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് 2 കൊബ്ബൂസും പിന്നെ സോസേജ് കറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.